ഇത് പ്രൈസ് വരുമ്പോൾ 1.55 പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇത് ലോൺ വേണമെങ്കിൽ ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിന്റെ പ്രൈസ് വരുന്നത് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 1.37 ആണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. പ്രൈസ് വരുന്നത് 95,000 രൂപയാണ് പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇത് 2017 മോഡലാണ്. 17 മോഡൽ സീറ്റ് ആണ് വേരിയന്റ് വരുന്നത്. നെക്സ്റ്റ് സ്വിഫ്റ്റ് ആണ് കേട്ടോ. 2016 മോഡലാണ്. VXA ആണ്. 16 VXA. നെക്സ്റ്റ് i20 ആസ്തയാണ്. 2014 മോഡലാണ് വണ്ടി വന്നിട്ട്. ആസ്ത ഫുൾ ഓപ്ഷൻ. ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് 1.65 ആണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. മാറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് പോപ്പുലർ ട്രൂ വാല്യൂവിലാണ്. തിരുവനന്തപുരം കിള്ളിപ്പാളം ലൊക്കേഷൻ വരുന്നത്. ഒരുപാട് വണ്ടികൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ബഡ്ജറ്റ് ഇഷ്ടം വന്നിട്ടുണ്ടല്ലേ? അപ്പം ഡീറ്റെയിൽസ് നമ്മുടെ പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത് വീഡിയോയുടെ സ്വാഗതം. അപ്പം നമ്മുടെ പുതിയ മാസം തുടങ്ങി പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ചെറുതും വലുതായിട്ട് ഒരുപാട് വണ്ടി നമുക്ക് സ്റ്റോക്ക് വരാനുണ്ട്. ഇപ്പം നിലവിലുണ്ട്. വരിക, എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് ഈ മാസം ഓഫർ പെട്രോളിൻ്റെ ഓഫർ വരുന്നുണ്ട്. അല്ല, ആക്സസറീസിൻ്റെ ഓഫർ വരുന്നുണ്ട്. ആക്സസറീസ് ഫ്രീ ആണ്. പെട്രോൾ നമുക്ക് വീഡിയോ കണ്ട് വരുന്നവർക്ക് പെട്രോൾ കൂപ്പൺ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് നമ്മൾ പറയുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഒന്ന് നോക്കാം, മാക്സിമം ഡിസ്കൗണ്ട് എടുത്ത് പ്രൈസ് ചെയ്ത് കൊടുക്കാം. ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന ലോൺ നമുക്ക് 2013 വണ്ടിക്ക് ലോൺ ചെയ്യാം. 13 ആകുമ്പോൾ വർഷം കുറവായിരിക്കും. 13 വണ്ടിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ലൊക്കേഷൻ തിരുവനന്തപുരം കിള്ളിപ്പാലത്താണ്. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ ഹൈപ്പോഡ് ചെയ്യുക. അപ്പോൾ നേരെ പ്രശാന്ത്, നമുക്ക് ഫസ്റ്റ് ഒരു ഓൾട്ടോ സ്റ്റാർട്ട് ചെയ്യാം. ഓൾട്ടോ 2008 മോഡലാണ്. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്നത് 2008 മോഡലാണ്. 2028 വരെ പേപ്പറുള്ള വണ്ടിയാണ്. ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കണ്ടീഷനാണ്. ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് തേർഡാണ്. കിലോമീറ്ററോ? തേർഡ് കിലോമീറ്റർ 67,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ആണല്ലോ അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ടയർ പുത്തൻ ടയറുണ്ട്. ടയർ 4 കണ്ടീഷനാണ്. ഫ്രണ്ടിൽ പുത്തൻ, ബാക്കിൽ ആവറേജ് ആണ്. ഫ്രണ്ട് പുത്തൻ ടയറാണ്. പ്രൈസ് വരുന്നത് 95,000 രൂപയാണ് പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അതുപോലെ പെട്രോൾ കൂപ്പൺ ഈ വണ്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ശരി. ഡാറ്റ്സൺ ഗോ 2015 മോഡലാണ്. ഡാറ്റ്സൺ ഗോ T ആണ് ഓപ്ഷൻ വരുന്നത്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 പവർ വിൻഡോ ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 76,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ. മാനുവൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, സീറ്റ് വർക്കൊക്കെ ഉണ്ട്. ഈ ടൈപ്പ് ഉണ്ട് കേട്ടോ. അതിനകത്ത് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്. സെൻട്രൽ ലോക്കം വരുന്നുണ്ട്. ഓക്കെ, ഈ ഡാറ്റ്സന്റെ മൈലേജ് എങ്ങനെ വരുന്നത്? ഇതൊരു 15 റേഞ്ച് നോക്കിയാൽ കേട്ടോ. 15 റേഞ്ചൊക്കെ ആയിരിക്കും മൈലേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് വരുമ്പോൾ 1.55 പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇത് ലോൺ വേണമെങ്കിൽ ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര ലോൺ? ഇത് നമുക്കൊരു 1.20 വരെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റും. ശരി. നെക്സ്റ്റ് ഓൾട്ടോ 800 കേട്ടോ. ഇത് 2015 മോഡലാണ്. 2015 മോഡൽ സിംഗിൾ ഓണർ ആണ്. സ്റ്റാൻഡേർഡ് ആണ്. AC പവർ സ്റ്റിയറിംഗ് വരാത്ത മോഡലാണ്. വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ചെയ്യാം. AC ചെയ്യാം, പവർ സ്റ്റിയറിംഗ് ചെയ്യാൻ പറ്റും പുറത്തുനിന്നൊക്കെ. നിലവിലൊന്നുമില്ല. ടയർ കണ്ടീഷൻ 60% ടയർ ഉണ്ട്. കിലോമീറ്റർ 40 റേഞ്ച് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നോർമൽ വണ്ടി. പിന്നെ AC വേണമെങ്കിൽ അഡീഷൻ ചെയ്യാം, പവർ സ്റ്റിയറിംഗ് വേണമെങ്കിൽ ചെയ്യാം. നിലവിലില്ല. അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് 1.65 നെഗോഷ്യബിൾ പ്രൈസ് ആണ്. മാറ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിന് വേണമെങ്കിൽ ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫുൾ ഫിനാൻസ് വേണമെങ്കിൽ ഈ വണ്ടിക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഓൾട്ടോ കേട്ടോ. 2012 മോഡലാണ്. 2012 മോഡൽ LXI ആണ്. സെക്കൻഡ് ഓണർ. AC പവർ സ്റ്റിയറിംഗ് ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 80,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണ്. വേറെ തട്ടമുട്ടോ കാര്യങ്ങളോ മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക്. AC പവർ സ്റ്റിയറിംഗ് ആണ്. അഡീഷണൽ പവറിന്റെ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് തന്നെയാണ്. ടയർ കണ്ടീഷൻ ഒരു 50% ടയർ ഉണ്ട്. 50%-നകത്ത് വരുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രശാന്തിന്റെ പ്രൈസ് വരുന്നത്? ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 1.37 ആണ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. നമുക്ക് ലോൺ കിട്ടത്തില്ല, റെഡി ക്യാഷ് ആയിരിക്കും ഈ വണ്ടിക്ക് വരുന്നത്. ഇതിന് പെട്രോൾ ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ വണ്ടി നെഗോഷ്യബിൾ പ്രൈസ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഓൾട്ടോ 800 ആണ് കേട്ടോ. ഇത് 2020 മോഡലാണ്. VXA ആണ് വേരിയന്റ്. VXA ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 42,000 കിലോമീറ്റർ ആണ്. ഇത് നമുക്ക് വാറണ്ടിയും ഫ്രീ സർവീസും വരുന്ന മോഡലാണ്. വേറെ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു ആക്സിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. വാറണ്ടി വരുന്ന മോഡലാണ്. ഫ്രീ സർവീസും വരുന്നുണ്ട് മാരുതിയുടെ. പിന്നെ എന്താ പറയാ, നമ്മുടെ സെൻട്രൽ ലോക്കും വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 67% ടയർ ഉണ്ടല്ലേ? കുഴപ്പമില്ല. ഒരെണ്ണം മാത്രമേ ഈ ടയർ മാത്രമേ ഉള്ളൂ. ചെറിയ
അത് വേണമെങ്കിൽ മാറ്റി എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം, ക്ലിയർ ആയി കൊടുക്കാം. ടയറിന് ഒരു മാറ്റി കൊടുക്കും, ടയർ അറേഞ്ച് കൊടുക്കാം. ഓക്കെ. അപ്പം എങ്ങനെയാണ് പ്രശ്നം പ്രൈസ്? ഇത് പ്രൈസ് വരുന്നത് 338 നമുക്ക് പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. 3,10 വരെ നമുക്ക് ഈ വണ്ടിക്ക് ലോൺ അറേഞ്ച് ചെയ്യാം. 5 വർഷത്തിന്റെ കാലാവധിയും കിട്ടും, അതുപോലെ പെട്രോൾ ഓഫറും കിട്ടും. വാറണ്ടി വരുന്നുണ്ടല്ലോ, വാറണ്ടി 6 മന്ത് വാറണ്ടി വരും. 3 ഫ്രീ സർവീസ് വരും. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നെക്സ്റ്റ് വാഗണറാണ്. 2015 മോഡലാണ്. 15 മോഡൽ VX ആണ്, മാനുവൽ ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ വന്നിട്ട് 60,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ ആണ്. VX ആണ് വേരിയന്റ്. 60,000. ഓക്കെ. ടയർ കണ്ടീഷൻ 60% ടയർ ഉണ്ടല്ലേ? അതെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നീറ്റാണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ്, ഫോർഡർ പോറിന്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. വണ്ടി വാഷ് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കും, വന്ന പോലെ ഇരിപ്പുണ്ട്. വേറെ പെയിന്റ് വരെ ബമ്പർ മാത്രം, ഫ്രണ്ട് ബമ്പർ മാത്രം. ബോഡി ഒക്കെ നീറ്റാണ് കേട്ടോ, വേറെ സ്ക്രാച്ച് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റും. 4 വർഷം വരെ ലോൺ നമുക്ക് കാലാവധി കിട്ടും. സർവീസ് കമ്പനി സർവീസ് അല്ലേ? കമ്പനി സർവീസ് ആണ്. എങ്ങനെയാ പ്രൈസ്? ഇത് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 350 ആണ് പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്, നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അത് നെക്സ്റ്റ് സ്വിഫ്റ്റ് ആണ് കേട്ടോ. 2016 മോഡലാണ്. VX ആണ്. 16 VX മോഡലാണ്. ഓക്കെ. സിംഗിൾ ഓണർ ആണ്. 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസിംഗ് ആളൊക്കെ തന്നെയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇസ്തിരി അവൈലബിൾ ആണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. ടയർ കണ്ടീഷൻ ഏതാണ്ട് ടയർ കണ്ടീഷൻ ടയർ തന്നെയാണ്. 90% ടയർ ഉണ്ടല്ലേ? 4 ടയർ കണ്ടീഷൻ. പുതിയ ടയർ തന്നെ പറയാണെങ്കിൽ. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീർത്തി ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ, AC, ഫോർഡർ പോറിന്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സ്വിഫ്റ്റ് VX 2016 മോഡലാണ്. 16 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് ലോൺ ആണെങ്കിൽ നമുക്കൊരു 4-5 വർഷം വരെ കാലാവധിയും കിട്ടും. അതുപോലെ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 430 ആണ്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്, നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 380 വരെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് i20 ആസ്റ്റയാണ്. 2014 മോഡലാണ് വണ്ടി വന്നിട്ട്. ആസ്ത ഫുൾ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർ ആണ്. 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസിനാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി അവൈലബിൾ ആണ്. അതെ. ഫുൾ ഓപ്ഷൻ. എയർ ബാഗ് എല്ലാം വരും. ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ, പക്ഷേ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ആണ്. ഇത് ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, എയർ ബാഗ്, ABS, ഫോർഡർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ് എല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് വരുന്നത്, ഇത് ലോൺ നമുക്ക് 3 വർഷത്തേക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 360 ആണ്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. നമുക്കൊരു 3 ലക്ഷം രൂപ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇതിന് പെട്രോൾ ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? അതെ, പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നെക്സ്റ്റ് ബലേനോ. അടുത്തത് ബലേനോ തന്നെയാണ്. ഇത് 2017 മോഡലാണ്. 17 മോഡൽ സീറ്റ് ആണ് വേരിയന്റ് വരുന്നത്. 3rd ഓപ്ഷൻ ആണ്. മാനുവൽ തന്നെയാണ്. ഇത് സിംഗിൾ ഓണർ. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ്. വണ്ടി തന്നെയാണ്. ഫുൾ ഓപ്ഷൻ താഴെ വരുന്ന മോഡലാണ്. സീറ്റ് ആണ് വേരിയന്റ്. ഒന്നുമില്ല. ഇന്റീരിയർ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് ഫാബ്രിക് ആണ്. മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇൻബിൽറ്റ് സ്റ്റീരിയോ, AC ഓട്ടോമാറ്റിക് അല്ലായിരുന്നേ? അതെ, ഓട്ടോമാറ്റിക്. ഓക്കെ. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഫോർഡർ പോറിന്റെ പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ട് കീലസ് എൻട്രി വരുന്നുണ്ട്. അതെ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 560 ആണ് പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. ഇത് നമുക്ക് 5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാം. 5 വർഷം തിരിച്ചുള്ള കാലാവധി കിട്ടും. ഓക്കെ. പിന്നെ നമുക്ക് പെട്രോൾ ഓഫർ വരുന്നുണ്ട്. നെക്സ്റ്റ് ബലേനോ എങ്ങനെയാ? 2023 മോഡലാണിത്. ഓക്കെ. 2023 ഓട്ടോമാറ്റിക് ആൽഫയാണ് വേരിയന്റ് വരുന്നത്. ടോപ്പ് എൻഡ് അല്ലേ? ഓട്ടോമാറ്റിക് ഗിയർ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഇത് ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 26,700 ആണ് ഓടിക്കുന്നത്. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് വാറണ്ടി വരുന്ന വണ്ടിയാണ്. വാറണ്ടി ഫ്രീ സർവീസ് വരുന്ന വണ്ടി തന്നെയാണ്. സീറ്റ് ഫാബ്രിക് ആണ്. ഇതിനകത്ത് സ്റ്റീരിയോ വരുന്നുണ്ട്. AC ഓട്ടോമാറ്റിക്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, എയർ ബാഗ്, ABS, പുഷ് സ്റ്റാർട്ട്, കീലസ് എൻട്രി, ക്യാമറ എല്ലാം വരുന്നുണ്ട് അല്ലേ? അലോയ്സ്. ഓക്കെ. അതായത് ടോപ്പ് എൻഡ് വേരിയന്റ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ പ്രൈസ്? ഇത് പ്രൈസ് വരുമ്പോൾ 880 ആണ് പ്രൈസ് വരുന്നത്. ഇത് 8 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാൻ പറ്റും. 5 വർഷം അല്ലെങ്കിൽ 6 വർഷത്തെ ലോണിന്റെ കാലാവധി നമുക്ക് ഈ വണ്ടിക്ക് കിട്ടും. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്ന വണ്ടി, 1 ഇയർ വാറണ്ടി, ഫ്രീ സർവീസ് കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണിത്. നെക്സ്റ്റ് ഫ്രോൺസ് ആണ്. 2024 മോഡൽ 12 മാസമാണ് വണ്ടി വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഡെൽറ്റ പ്ലസ് ആണ് വേരിയന്റ്. ഇത് സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 34,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസ് തന്നെയാണ്. നമുക്ക് വാറണ്ടി ഫ്രീ സർവീസ് വരുന്നുണ്ട്. അഡീഷണൽ എക്സ്റ്റൻഡ് വാറണ്ടി വണ്ടിക്കുണ്ട്. ഓട്ടോമാറ്റിക് AC, ഫോർഡർ പോറിന്റെ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ കൊണ്ട് ഒരു 80% ഉണ്ട്. ഓക്കെ.
വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കമ്പനി സർവീസ്. കമ്പനി സർവീസ്. മൈലേജ് എങ്ങനെ വരുന്നത് ഫ്രോൺസിന്? നമുക്കിപ്പോൾ അവർ ഇപ്പോൾ ഇതിൽ 18 കാണിക്കുന്നുണ്ട്. നമുക്കൊരു 15 to 18 റേഞ്ച് എന്തായാലും കിട്ടും. പെട്രോൾ മാനുവൽ. പ്രൈസ് എങ്ങനെയാ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 880 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇത് നമുക്ക് 7 വർഷം വരെ ലോൺ സ്കീമിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ശരി.